സുഹൃത്തുക്കളെ നമസ്കാരം. ചരിത്ര പ്രസിദ്ധമായ ഗുരുവായൂർ ആനയോട്ടത്തിന് വേണ്ടി ഗുരുവായൂർ ഒരുങ്ങുന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. കിഴക്കേ നടയിലെ മഞ്ചുളാൽ മുതൽ നടപ്പുര വരെയുള്ള റോഡ് വെള്ളമൊഴിച്ച് തണുപ്പിക്കുകയാണ്. ആനകൾക്ക് സുഗമമായിട്ട് ഈ പൊള്ളുന്ന വെയിലത്തായാലും ഓടുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കുകയാണ്. റോഡുകൾ നനച്ചിടുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗുരുവായൂർ പോസ്റ്റ് ഓഫീസിൻ്റെ 3ാമത്തെ നിലയിൽ നിന്നാണ്. ഒരു ആകാശ വ്യൂ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇവിടെ നമ്മൾ നിൽക്കുന്നത്. ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ട് ഈ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ആനകളുടെ കഴുത്തിൽ കെട്ടുന്നതിനുള്ള മണികളുമായിട്ട് പാപ്പാന്മാർ ദേവസ്വത്തിൽ ഭഗവാന്റെ അവിടെ നിന്ന് മഞ്ചുളാലിൻ്റെ അവിടെ കെട്ടിയിരിക്കുന്ന ആനകളുടെ അടുത്തേക്ക് പോകുന്ന ചടങ്ങാണ്. മനോഹരമായ കാഴ്ചയാണ് ഇവിടെ. ഈ പാപ്പന്മാർ മണികളുമായിട്ട് അവരവരുടെ ആനകളുടെ അടുത്തേക്ക് ഓടുകയാണ്. ഓടിയെത്തി ഉടനെ തന്നെ മണികൾ കെട്ടി ഗുരുവായൂർ അമ്പലത്തിന് നേർക്ക് ആനകളെ ഓടിപ്പിക്കുന്നതാണ്. ഇതും ആനയോട്ടത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ്. വളരെ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടിയാണ് ആനയോട്ടം നടക്കുന്നത്. രണ്ട് വശത്തും സ്റ്റീലിൻ്റെ ഫ്രെയിമുകൾ ഓൾറെഡി ദേവസ്വം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ കമ്പക്കയർ കെട്ടി തിരിച്ചിട്ടുണ്ട്. വ്യക്തമായ നിർദ്ദേശം ദേവസ്വം നൽകുന്നുണ്ട്. പാപ്പാമാർ ഓടിക്കൊണ്ടിരിക്കുന്നു. അധികം വൈകാതെ തന്നെ ആനയോട്ടം ആരംഭിക്കും. വളരെ നല്ല സുരക്ഷാ സംവിധാനങ്ങൾ. ആനയോട്ടം ആരംഭിച്ചു കഴിഞ്ഞു. പോലീസ് ജീപ്പാണ് ആദ്യം കടന്നു പോകുന്നത്. മുനിസിപ്പാലിറ്റിയുടെ വാഹനങ്ങൾ, ദേവസ്വത്തിൻ്റെ വാഹനങ്ങൾ, സെക്യൂരിറ്റി ജീവനക്കാർ, പോലീസും എല്ലാവരും ചേർന്ന് സുരക്ഷിതമായ ഒരു വീതി ഒരുക്കുകയാണ്. വിസിലടിക്കുന്നുണ്ട്. വാഹനങ്ങൾ കുതിച്ചു പായുന്നു. ആളുകൾ ഓടുന്നുണ്ട്. ക്യാമറാമാന്മാരും ഷൂട്ട് ചെയ്യുന്നവരും താല്പര്യത്തോടുകൂടി ചരിത്ര പ്രസിദ്ധമായ ആനയോട്ടത്തിൽ പങ്കെടുക്കാനായിട്ട് ആദ്യമായി ഓടിയെത്തുന്നത് ചെന്താമരാക്ഷനാണ്. ദേവസ്വത്തിൻ്റെ ചെന്താമരാക്ഷനാണ് ആദ്യമായി ഓടിയെത്തുന്നത്. അടുത്തതായി കടന്നു വരുന്നത് ദേവസ്വത്തിൻ്റെ തന്നെ ബാലുവാണ് കടന്നുപോയത്. അടുത്തതായിട്ട് വരുന്നത് ആരാണെന്ന് നോക്കാം. പ്രധാനമായ ആദ്യത്തെ 3 ആനകളാണ് ഓട്ടത്തിൽ പങ്കെടുക്കുന്നത്. ആളുകളും കൂടെ ഓടുന്നുണ്ട് പ്രോത്സാഹിപ്പിക്കാനായിട്ട്. കടന്നു പോകുന്നത് ദേവസ്വത്തിൻ്റെ ദേവദാസാണ്. ദേവദാസ് ഓട്ടത്തിൽ പങ്കെടുക്കുന്ന 3ാമത്തെ ആനയാണ്. ഇനിയുള്ള ആനകൾ സാധാരണ രീതിയിൽ എലിഫൻറ്റ് സ്ക്വാഡിൻ്റെ ആംബുലൻസാണ് കടന്നു പോകുന്നത്. ആനകൾക്ക് സുരക്ഷിതമായ ഒരു പാതയൊരുക്കുന്നതിനും അവർക്ക് എന്തെങ്കിലും അസ്വാസ്ഥ്യങ്ങളുണ്ടെങ്കിൽ ഇടപെടുന്നതിനും വേണ്ടി എലിഫൻറ്റ് സ്ക്വാഡിൻ്റെ വാഹനമാണ് കടന്നുപോയത്. മനോഹരമായ വീതിയുടെ ഇരുവശങ്ങളിലും ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ആകാംക്ഷയോട് കൂടിയിട്ട് ആരാണ് വിജയി എന്നറിയാനായിട്ട്. ദേവസ്വത്തിൻ്റെ അനൗൺസ്മെൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുകളോട് ഒരു തരത്തിലും വീതിയിലേക്ക് ഇറങ്ങരുതെന്ന് പറയുന്നുണ്ട്. എല്ലാവരും സംയമനം പാലിക്കണമെന്നും ആനയോടുള്ള താല്പര്യം കൊണ്ട് വഴികളിലിറങ്ങി വേറെ തടസ്സങ്ങൾ ഉണ്ടാക്കരുതെന്നും ദേവസ്വം അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായ കാഴ്ചയിലേക്ക് ശക്തമായ സുരക്ഷാബന്ധങ്ങൾ പാലിക്കുന്നതാണ് വിശ്വപ്രസിദ്ധമായ പുണ്യപ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ പ്രാരംഭ ചടങ്ങായ ആനയോട്ടം. മണികിലേക്ക് ആനയെ തീരുകയാണ്. ഗുരുവായൂരത്തിന്റെ തിരുസന്നിധി കടന്നു വരുന്ന ആനകളിൽ നന്ദിനി ഹോട്ടലിൽ അവിടെ കാണപ്പെടുന്ന ആന, അതായത് ഈ 3 ആനകൾക്ക് നടുവിൽ കാണപ്പെടുന്ന ആനയാണ് ഗുരുവായൂർ നന്ദൻ എന്നറിയപ്പെടുന്ന ആന. ഏഷ്യയിലെ തന്നെ ഏറ്റവും ഭാരമുള്ള, ഏറ്റവും വെയിറ്റുള്ള ആനയാണ് ഗുരുവായൂർ നന്ദൻ. ഗുരുവായൂർ നന്ദൻ മന്ദഗതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനമായി പോകുന്നതാണ് ഗുരുവായൂർ നന്ദൻ. അതിനുശേഷം ആനകൾ ഉണ്ടാകും. ഭംഗിയുള്ള ഒരു ആനയാണ് ഗുരുവായൂർ നന്ദൻ. പക്ഷേ വളരെ ഭാരമുള്ള, വളരെ ഏഷ്യയിലെ തന്നെ ഏറ്റവും ഭാരമുള്ള ആനയാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഗുരുവായൂർ നന്ദൻ. മറ്റാനകളും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരും മന്നം ഗുരുവായൂർ അപ്പൻ്റെ സന്നിധിയിലേക്ക് നടക്കുകയാണ്. ഈ ആനയോട്ടത്തിൽ ബാലു എന്ന ആന വിജയിച്ചതായിട്ട് ദേവസ്വം പ്രഖ്യാപിക്കുന്നു. ബാലു 2ാമതായിട്ടാണ് ഓടിയിരുന്നത്. ചെന്താമരാക്ഷനായിരുന്നു ആദ്യം ഓടിയിരുന്നത്. എന്നാൽ ചെന്താമരാക്ഷനെ മറികടന്ന് ബാലു വിജയായിരിക്കുകയാണ്. അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ ഈ വർഷത്തെ ഉത്സവത്തിന് തിടംപേറ്റുന്നത് ദേവസ്വത്തിൻ്റെ ബാലു എന്ന ആനയാണ്. ആനയോട്ടം സമാപിച്ചതോടു കൂടിയിട്ട് സെക്യൂരിറ്റി ജീവനക്കാരുടെ പിന്നാലെ ആയിരങ്ങൾ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലേക്ക് നടന്നു വരികയാണ്. ഒരുപാട് നേരം ആനയോട്ടത്തിന് വേണ്ടി കാത്തു നിന്നവരാണ്. സന്തോഷത്തോടു കൂടി ഒരു ആനയോട്ടത്തിന് സാക്ഷ്യം വഹിച്ചതിന് സന്തോഷത്തോടു കൂടി
ഗുരുവായൂരപ്പ സന്നിധിയിലേക്ക് നടക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഇതൊരു ചടങ്ങാണ്. പലരും ഇത് മത്സരമാണെന്ന് കരുതുമെങ്കിലും ഇതൊരു ചടങ്ങാണ്. ഒരിക്കൽ ആനയില്ലാതെ ശ്രീവേലി ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുകയും ഇതറിഞ്ഞ ആനകൾ, എങ്ങനെയോ അറിഞ്ഞ ആനകൾ ഗുരുവായൂരപ്പ സന്നിധിയിലേക്ക് തങ്ങളുടെ കഴുത്തിൽ കെട്ടിയ മണികൾ കിലുക്കിക്കൊണ്ട് ഓടിയെത്തി എന്നാണ് പറയുന്നത്. അതിൻ്റെ സ്മരണയ്ക്കാണ് ഈ പകുതി മത്സരവും പകുതി ചടങ്ങും ചേർന്ന ഈ സംഭവം സംഘടിപ്പിക്കുന്നത്. മത്സരമാണോ എന്ന് ചോദിച്ചാൽ ഇതൊരു മത്സരമാണ്. കാര്യം ആദ്യമെത്തുന്ന ആനയാണ് ഗുരുവായൂരപ്പൻ്റെ തിടമ്പേറ്റുന്നത്. എന്നാൽ ചടങ്ങാണോ എന്ന് ചോദിച്ചാൽ ഇതൊരു ചടങ്ങാണ്. കാര്യം എല്ലാ ആനകളും ഇതിൽ ഓടുന്നില്ല. എല്ലാ വർഷം ആനയില്ലാ ശിവേലി നടന്നതിൻ്റെ അടുത്ത ദിവസമാണ് ആനയോട്ടം നടത്തുന്നത്. ഇതോടുകൂടി ഗുരുവായൂർ ക്ഷേത്രത്തിലെ 2025 ഉത്സവത്തിനുള്ള ആരംഭം കുറിക്കലായി. മാർച്ച് 18, 19 തീയതികളിലാണ് 2025 ഗുരുവായൂർ